ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ബ്രെഡും പഴവും വെച്ച് നല്ല കിടിലൻ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. കുട്ടികൾക്കും വലിയവർക്കും അതുപോലെ തന്നെ വീട്ടിൽ വരുന്ന ഗസ്റ്റുകൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിടിലൻ റെസിപ്പിയാണിത്. ഒരുപാട് ചേരുവകളൊന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടാവും. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം തന്നെ 8 ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ അരിക ഭാഗമൊന്നും കളയാതെ തന്നെ അത് പൊട്ടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് നേന്ത്രപ്പഴമാണ്. അതും 2 എടുത്തിട്ട് ഇവിടെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് ഒന്ന് പൊടിച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് മുഴുവനായിട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപാടിട്ട് കറക്കി എടുക്കേണ്ട, നല്ല നൈസ് ആവണ്ട, കുറച്ചൊരു തരിതരിപ്പോട് കൂടി മാത്രമാണ് ഞാനിത് പൊടിച്ചെടുക്കുന്നത്. എന്നിട്ടിത് മാറ്റി വെച്ചേക്കാം. ഇനി ഈ ഒരു ബ്രെഡ് പൊടിച്ചിട്ടുള്ള അതേ ജാറിൽ തന്നെ ഒരു പഴം കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ നല്ല കട്ടിയായിട്ടുള്ള പശുവിൻ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. തേങ്ങാപ്പാലിൽ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന പാലാണ്, അതുകൊണ്ടാണ് കട്ടയായിട്ടിരിക്കുന്നത്. കാച്ചി വെച്ചിരുന്ന ലൈറ്റ് ആയിട്ടുള്ള ചൂട് പാലായിരുന്നാലും ചൂടാറിയ പാലായിരുന്നാലും ഒന്നും കുഴപ്പമില്ല. നമ്മുടെ ഈ ഒരു പലഹാരത്തിന് നല്ലൊരു മണത്തിന് വേണ്ടി ഒരു 3 ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഫുഡ് കളർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് അളവിൽ പഞ്ചസാര കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മധുരത്തിനെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ വീഡിയോയ്ക്ക് ഒരു കളറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത്. കളർ വേണ്ട എന്നുള്ളവർക്ക് മഞ്ഞൾപ്പൊടി സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് അളവിൽ മൈദപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ മൈദപ്പൊടിക്ക് പകരം ഗോതമ്പ് പൊടി വേണമെങ്കിലും ഇട്ട് കൊടുക്കാവുന്നതാണ്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. അതുപോലെ ഇത് നല്ല മധുരമുള്ളൊരു പലഹാരമാണ്. അതുകൊണ്ട് തന്നെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ പഞ്ചസാരയും ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ നല്ലപോലെ അരച്ചെടുത്തതിന് ശേഷം ഇതുപോലൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാറിൽ ഇനി തുടച്ചിട്ടിട്ട് കൊടുത്താൽ മതി, അല്ലാതെ വെള്ളം ഒഴിക്കരുത്. അപ്പോൾ ഇതിൻ്റെ പരുവം തെറ്റിപ്പോവും. ഇനി ഈ ഒരു മിക്സിലേക്ക് നേരത്തെ പൊടിച്ചു വെച്ചിരുന്ന ആ ഒരു ബ്രെഡ് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. ഇനി ഇതിലേക്ക് വേറെ വെള്ളമോ പാലോ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കേണ്ടതില്ല. നമുക്കിത് നന്നായിട്ടൊന്ന് കട്ടകളൊന്നും ഇല്ലാതെ യോജിപ്പിച്ചെടുക്കണം. കുറച്ച് ടൈറ്റായിട്ടാണ് ഈ ഒരു മിക്സ് റെഡിയാക്കി എടുക്കേണ്ടത്. ഒത്തിരി അങ്ങ് ലൂസായി പോവരുത്. ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള പരുവം. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഇത് വേവിച്ചെടുക്കാം. അതിനായിട്ട് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടില്ല. അതിലേക്ക് കുറച്ച് നെയ്യ് ഒന്ന് കുടഞ്ഞൊഴിച്ചു കൊടുക്കുന്നുണ്ട്. സ്പൂണിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ഏതെങ്കിലും ഒരു ഭാഗത്തേക്കാവും. അതുകൊണ്ടാണ് ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നമ്മൾ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ നെയ്യ് ഒരുപാട് ഒഴിക്കരുത്, വളരെ കുറച്ച് മാത്രം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ഒന്ന് തൂവി കൊടുക്കുന്നുണ്ട്. ഈ ഒരു പലഹാരത്തിന് 2 നേന്ത്രപ്പഴമാണ് ഞാൻ എടുത്തിരുന്നത്. അതിലൊരെണ്ണം മിക്സിയുടെ ജാറിലിട്ട് അരച്ച് മിക്സാക്കി എടുത്തു. അതിലൊരെണ്ണം ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഈ ഒരു പാനിൽ അടുക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. നേന്ത്രപ്പഴം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് പഴത്തിൽ വേണമെങ്കിലും ഇതേപോലെ ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ ഇത് ഒരുപാട് പഴുപ്പുള്ള പഴമല്ല, ഒരു മീഡിയം പരുവത്തിലുള്ള പഴുപ്പുള്ള പഴമാണ്. ഇനി നന്നായിട്ട് പഴുത്തുപോയ പഴത്തിൽ വേണമെങ്കിലും ഇതേപോലെ ചെയ്തിട്ടെടുക്കാം, അതൊന്നും കുഴപ്പമില്ല. ഞാനിപ്പോൾ ആ ഒരു മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു കൂട്ട് മുഴുവനായിട്ടും ഇതിലേക്ക് ഇതുപോലെ കറക്റ്റാക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതുവരെ ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടില്ല. ഇപ്പോൾ തന്നെ ഓണാക്കി കൊടുക്കണ്ട. ഞാൻ ഇതുപോലെ സ്പാച്ചിൽ കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡാക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് ഈ ഒരു പരുവത്തിൽ ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓണാക്കി കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം. എത്ര സമയമാണോ വേവാനായിട്ട് എടുക്കുന്നത് അത്രയും സമയം വരെ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിരിക്കുക. ഇത് അടച്ചു വെച്ച് കൊടുത്തിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ഒരു 10 മിനിറ്റിന് ശേഷം ഇത് തുറന്ന് നോക്കുമ്പോഴേക്ക് ഇതിൻ്റെ താഴത്തെ ഭാഗം വെന്ത് കിട്ടിയിട്ടുണ്ടാവും. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. തിരിച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഒരുപാട് സമയത്ത് വേവിക്കണമെന്നില്ല. ഒരു 5 മിനിറ്റൊക്കെ അടച്ചു വെച്ച് വേവിച്ചു കൊടുത്താൽ മതിയാവും. ആ ഒരു ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇത് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇത് വെന്ത് കിട്ടേണ്ട സമയമായിട്ടുണ്ട്. ഇത് വെന്തോന്ന് അറിയാനായിട്ട് ഒരു നനഞ്ഞ സ്പൂണിൻ്റെ ബാക്ക് വശം കൊണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ ടൂത്ത് പിക്ക് കൊണ്ടോ ഒന്ന് നനച്ചതിന് ശേഷം കുത്തി കൊടുക്കുക. അതിൽ ഒട്ടിപ്പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പലഹാരം റെഡിയായി കിട്ടിയെന്നാണ്. ഇപ്പോൾ നല്ല കിടിലൻ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരം റെഡിയായി കിട്ടി. എത്ര കഴിച്ചാലും മതി വരാത്ത നല്ല പഞ്ഞ് പോലത്തെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും. ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.